ഹലോ, എല്ലാവർക്കും SR26 കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നമ്മൾ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു 5 ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. നമ്മൾ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള കച്ചി ഹാൻഡ് വർക്ക് എംബ്രോയിഡറി കൊടുത്ത് വന്നിട്ടുള്ള ടോപ്സ് ആണ്, ടോപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ്. ബോട്ടവും ഷോളും വന്നിട്ട് നമുക്ക് നല്ലൊരു വാക്സ് ബാട്ടിക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ടോപ്പും ബോട്ടവും നല്ലൊരു കോട്ടൺ മെറ്റീരിയൽസിലാണ് വരുന്നത്. ഷോൾ വന്നിട്ട് നമുക്കൊരു നല്ലൊരു സോഫ്റ്റ് മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ഗോൾഡൻ സ്ട്രൈപ്സ് പാറ്റേൺ പോലെ വന്നിട്ട് പിന്നെ ബാട്ടിക് വർക്ക് ചെയ്ത ഷോൾസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിൽ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള കച്ചി ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതും നല്ല 5 വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ്. നല്ല യെല്ലോ, ഒരു മാംഗോ യെല്ലോ ഷെയ്ഡുണ്ട് നമുക്ക്, പിന്നെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡുണ്ട്, പിന്നെ ഒരു മിൻറ്റ് ഗ്രീൻ, ഒരു വയലറ്റ്, പിന്നെ ഒരു നല്ലൊരു ഗ്രീൻ. നമുക്ക് ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ഒരു ബ്ലൂയിഷ് ടിൻറ്റ് വരുന്നുണ്ട് സ്ക്രീനിൽ, പക്ഷേ അത് ബ്ലൂയിഷ് അല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡാണ്. അത് നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇൻസ്റ്റയിലോ FBയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയും FBയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പിന്നെ നമ്മളിപ്പോൾ ത്രെഡ്സിലും നമ്മൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ്സിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിക്കുന്നത്. നമ്മുടെ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ, ഇത് മെഷീൻ വർക്കൊന്നുമല്ല, നല്ല കച്ചി ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ആണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുണ്ടോ, നല്ല ഒരു ബ്ലാക്കും ഒരു വൈറ്റും ത്രെഡ്സ് വന്നിട്ടുള്ളൊരു എംബ്രോയിഡറിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതേ സെയിം ബ്ലാക്കാണ് നമ്മുടെ ബോട്ടം, നമ്മുടെ കോൺട്രാസ്റ്റ് കളർ ബോട്ടവും ഷോൾസും ആണ് കേട്ടോ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്, നല്ല ഒറിജിനൽ വാക്സ് ബാട്ടിക് ആണ് കേട്ടോ. വാക്സ് ആണിത്, നമ്മുടെ ഒറിജിനൽ വാക്സ് ബാട്ടിക് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ വാക്സ് ഇരിക്കുന്നത്, മെഷീൻ പ്രിൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഒതൻറ്റിക് ആണ്, ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്, മെഷീൻ പ്രിൻറ്റോ അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഡ്യൂബ്സോ അല്ല. നമ്മുടെ ഷോള് വന്നിട്ട് ഇങ്ങനെയാണ്, ഫുൾ നമുക്ക് നല്ലൊരു ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്ന മാതിരിയിട്ട് നമ്മൾ ഉള്ള ഷോളാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഷോളിൻ്റെ നീളം നോക്കുമ്പോൾ നല്ലൊരു 2.3 മീറ്റർ വരുന്ന ഒരു ഷോളാണ്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ടോണിലാണെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അത്ര ബ്ലാക്കിഷ് തോന്നില്ല, പക്ഷേ നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ്, ബാട്ടിക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം ബാട്ടിക് പ്രിൻ്റാണ് നമ്മൾ ബോട്ടത്തിലും കണ്ടത്. ഇതുപോലെ ഇങ്ങനെ ബോഡി ഫുള്ള് നമുക്കാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ സ്ട്രൈപ്പ് പാറ്റേൺ കൊടുത്തിട്ട് ദുപ്പട്ടയുടെ എൻഡിൽ വരുമ്പോൾ നമുക്കിങ്ങനൊരു പാനൽ വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മളിങ്ങനെ ഒരു ബ്ലോക്ക് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ്ടോ നമ്മുടെ ഷോളിലുള്ള അതേ സെയിം ബ്ലോക്ക് പ്രിൻ്റാണ് നമ്മുടെ ബോട്ടത്തിലുള്ളത്. നമ്മുടെ സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ കളറിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതിനകത്ത് നല്ലൊരു വൈറ്റും ഒരു യെല്ലോയും ഒരു ഗോൾഡൻ യെല്ലോ കളർ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ സെൻസ് മീൻസ് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്, ഇട്ടാൽ നല്ല സുഖമായിരിക്കും, ചൂടെടുക്കത്തില്ല. നല്ല ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കാണ്. 150 GSM ആണ്. അപ്പോൾ നല്ല തിക്കാണ് ഫാബ്രിക്ക്. നമുക്ക് എന്തോ പറയുന്നത്, അങ്ങനെ ഒരു തിന്നാണ് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അതാണ്ടോ നല്ല തിക്ക് ഫാബ്രിക്കാണ്. പിന്നെ നമ്മുടെ ബോട്ടം വന്നിട്ട് ഇതേപോലൊരു പാനൽ വർക്ക് പോലെയാണ് നമ്മളിങ്ങനെ നടുക്കൂടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സിലായിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലവേഴ്സ് പോലെ വന്നിട്ടാണ് നമ്മൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സെറ്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം. ഈ ആഴ്ചത്തെ കാറ്റലോഗ് നല്ല ഭംഗിയാണ് കാണാൻ, മീൻസ് നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ വെയർ ചെയ്യാനായാലും നല്ല സുഖം ഉള്ളൊരു ഫാബ്രിക്കാണ്. ബ്രീത്തബിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ ഉണ്ടല്ലോ, അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഈ ആഴ്ച കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടം വരുന്നത്
വരുന്നത് ഒരു സാൻഡ് കളർ അല്ലെങ്കിൽ ഒരു ബേജ് കളറിൽ വരുന്ന ഒരു ബോട്ടമാണ്. ബ്ലോക്ക് പ്രിൻറ്റഡ് ബോട്ടമാണ്. ഒറിജിനൽ വാക്സ് ബാട്ടിക്കാണ് കേട്ടോ. നമ്മളതാ ഈ ബോട്ടത്തിൽ വരുന്ന ഈ സെറ്റിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനത്തെ ബ്ലോക്ക് പ്രിൻറ്റഡ് ബാട്ടിക്കിലാണ്. നമ്മുടെ ദുപ്പട്ടയിൽ വരുമ്പോഴത്തേക്കും സെയിം കളർ ബ്ലോക്ക് പ്രിൻറ്റ് നമുക്ക് കാണാം. ദുപ്പട്ട ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ സ്ട്രൈപ്പായിട്ട് വരുന്ന ഗോൾഡൻ സ്ട്രൈപ്പ് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ടയുടെ അറ്റത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 സൈഡിൽ ഇങ്ങനെ നല്ലൊരു തിക്കായിട്ടൊരു ഗോൾഡൻ സ്ട്രൈപ്പ് കൊടുത്തിട്ട് നടുക്കോട്ട് വരുമ്പോൾ ദുപ്പട്ടയുടെ ബോഡിയിൽ ഇങ്ങനെ തിന്നായിട്ടുള്ള സ്ട്രൈപ്സ് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റ് ബാട്ടിക്ക് കൊടുത്തേക്കുവാണ്. ദുപ്പട്ടയുടെ എൻഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാനൽ വർക്ക് പോലെ ഇങ്ങനെ നമ്മൾ ബാട്ടിക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സെറ്റാണ്. ഞാൻ നിവർത്തി കാണിക്കാമേ. ഇങ്ങനെയാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ഫാബ്രിക് വരുന്ന ദുപ്പട്ടയാണ്. നമുക്കങ്ങനെ ഒരു സ്റ്റിഫായിട്ടുള്ളൊരു ദുപ്പട്ടയല്ല. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടോ, നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ നമ്മൾ ഇട്ടാൽ നല്ല സ്റ്റിഫായിരിക്കും, അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഷിഫോൺ ഷോൾ ഇടുന്ന പോലെ തന്നെ നല്ലൊരു ഒതുങ്ങി കിടക്കുന്ന തരത്തിലുള്ളൊരു ഒരു മെറ്റീരിയലാണ് കേട്ടോ. നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതൊരു ഇച്ചിരി ബ്ലൂയിഷ് ടിൻ്റ് തോന്നിക്കുന്നുണ്ട്, പക്ഷേ അത്ര ബ്ലൂയിഷ് ഇല്ല. നല്ല പ്രോപ്പർ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിനകത്താണെങ്കിൽ നമ്മൾ നല്ലൊരു ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് യെല്ലോ കോൺട്രാസ്റ്റ് പാൻറ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് യെല്ലോ വർക്ക് വന്നിട്ടുള്ളത്. വിത്ത് വൈറ്റ് ത്രെഡ് വർക്കും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഡയമണ്ട് പാറ്റേൺ കൊടുത്തിട്ട് പിന്നെ ഒരു ലൈൻ പോലെ പോകുന്ന ഒരു സ്ട്രൈപ്പ് പാറ്റേൺസും പിന്നെ നടുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള സെറ്റ്സാണ്. ഡാമൻ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടൊരു ഡാമനാണ് കേട്ടോ. നമുക്കിങ്ങനെ ബോഡി ഫുൾ എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ ഡാമനിൽ അങ്ങനെ വലിയ വർക്ക്സ് കൊടുക്കത്തില്ല. നമുക്ക് ബോഡിയാണ് കൂടുതൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഡാമൻ നമ്മൾ പൊതുവേ പ്ലെയിൻ ആയിട്ടിടും. ഡാമനിൽ വരെ നമുക്ക് മീൻസ് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി എത്തും കേട്ടോ. പിന്നെ 2.4 മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത്. ഇതാണ് നല്ല ബോട്ടം. നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു ബോട്ടമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ്. ഇതേ സെയിം ബ്ലോക്ക് പ്രിൻ്റാണ് നമ്മുടെ ഷോളിലും വരുന്നത്. നല്ല രസമുള്ള ഷോളാണ്, നല്ല ഭംഗിയാണ്. ഈ സെറ്റ് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് ഒറിജിനലി കണ്ടാലേ നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാക്കും. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഷോളിൻ്റെ എൻഡിൽ വരുന്ന പാനൽ വർക്കാണ്. ഇതിങ്ങനെ ഒരു ഹൊറിസോണ്ടലി നമ്മളിങ്ങനെ കൊടുത്തേക്കുന്ന ഒരു പാനൽ വർക്കാണ്. ഇത് നമ്മുടെ ബോട്ടത്തിലുണ്ടായിരുന്ന അതേ സെയിം ബ്ലോക്ക് പ്രിൻ്റാണ്. ഷോളിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു തിക്കായിട്ടുള്ള കുറച്ച് കട്ടിയുള്ളൊരു ഗോൾഡൻ സ്ട്രൈപ്പ് പാറ്റേൺ കൊടുത്തിട്ട് പിന്നെ നടുക്കോട്ട് വരുമ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള സ്ട്രൈപ്പ് പാറ്റേൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടോപ്പും ബോട്ടവും രണ്ടും 2.4 മീറ്റർ ലെങ്ത് ആണ് നമ്മൾ കൊടുത്തു വന്നേക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് നമ്മൾ 2.3 മീറ്റർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ടയുടെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഷിഫോൺ ഷോൾ ഇടുന്ന പോലെ തന്നെ അത്രയേ ഉള്ളൂ. അത്രയും നമ്മൾ നമ്മൾ സ്റ്റിഫായിട്ടിരിക്കില്ല. ഷോള് നല്ല സുഖമായിട്ട് നമ്മുടെ ബോഡിയിൽ അതങ്ങ് കടന്നോളും. നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനും ഒരു പ്രത്യേക രസമാണ്. കാരണം ഇതിൻ്റെ ബോട്ടം വന്നിട്ട് നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ബോട്ടമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മളിങ്ങനെ ഒരു പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടൊരു ത്രെഡ് വർക്ക് എംബ്രോയിഡറിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തൊരു ഇച്ചിരി ബ്ലൂയിഷ് ടെൻറ്റും കൂടെ തോന്നിക്കുന്നുണ്ട്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ്. പേർപ്പിൾ അല്ല, നല്ല പ്രോപ്പറായിട്ട് വയലറ്റ് ഷെയ്ഡാണ്. ഇതിനകത്തൊരു പിങ്ക് കളറിൽ നമ്മുടെ ബോട്ടത്തിൻ്റെ പോലെ തന്നെ പിങ്ക് കളറിലാണ് നമ്മൾ ത്രെഡ് വർക്ക് എംബ്രോയിഡറി കൊടുത്തേക്കുന്നത്. വിത്ത് വൈറ്റ് കോൺട്രാസ്റ്റ് ഒരു വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു എംബ്രോയിഡറി, പിന്നെ ഒരു കുഞ്ഞ് ഫ്ലവേഴ്സ്, പിന്നെ ഒരു ബിഗ് എംബ്രോയിഡറി, ഒരു പാച്ചർ എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഡാമൻ പോർഷൻ വന്നിട്ട് നമുക്ക് പ്ലെയിനാണ്. പിന്നെ നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ. ഇതേ സെയിം ബ്ലോക്ക് പ്രിൻ്റ് ആയിരിക്കും നമ്മുടെ ഷോളിനകത്തും വരുന്നത്. ഷോളും നല്ല 2.3 മീറ്റർ നീളം വരുന്ന നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ഫാബ്രിക് വരുന്ന ഷോളാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഷോളാണ്. ഇതാണ്ടോ, നമ്മൾ അറ്റത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പാനൽ വർക്കാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ലാസ്റ്റ് കളർ വരുന്നത്. ഇതിനകത്ത് പിന്നെ നമുക്കാണെങ്കിൽ ഒരു പേസ്ലി വർക്ക് പോലെയാണ് ഈ നമ്മളൊരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തേക്കുന്നത്. പേസ്ലി ഡിസൈൻ പോലെ വന്നിട്ട് അതിനകത്തൊരു
റെയിൻ ഡ്രോപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് വീണ്ടും കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ഈ സെറ്റും കാണാനായിട്ടൊരു നല്ല ഭംഗിയായിരിക്കും. സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ടാൽ നല്ല രസമുള്ളൊരു സെറ്റാണ്. അതുണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വയലറ്റ് കളറിൽ വരുന്ന ബോട്ടമാണ്. നമ്മുടെ ഷോളും ഇതിൻ്റെ ഷോള് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല രസം മീൻസ് നല്ല രസമാണ് കാണാൻ. അതാ സ്ട്രൈപ്പ് പാറ്റേൺസിൽ വന്നിട്ട് നല്ലൊരു ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വരുന്ന അറ്റത്ത് ഇങ്ങനെ പാനൽ വർക്കൊക്കെ ഉള്ള നല്ല ഷോളാണ് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.